ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പം വീണ്ടും ഞാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗും കുറേ നാൾ മുന്നേ ഷൂട്ട് ചെയ്തൊരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഇതോടുകൂടി എൻ്റെ സ്റ്റോക്ക് തീരുകയാണ്. ഇനിയിപ്പം പുതിയ പുതിയ വീഡിയോസുമായിട്ടായിരിക്കും എന്തായാലും വരിക. അപ്പം ഈ ഒരു വീഡിയോ ഒരു വീക്കെൻഡിൽ ഷൂട്ട് ചെയ്ത വീഡിയോ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് ഗസ്റ്റ് ഉണ്ട്. ഗസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ ഫ്രണ്ട്സാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് പ്രിപ്പറേഷൻസും അവർ വരുന്ന കാര്യങ്ങളും ഒക്കെ ആയിട്ട് 2 ദിവസത്തെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ക്ലീനിങ് പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വൈകിട്ടത്തേക്കുള്ള കുക്കിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്നതിൻ്റെ ആ ഒരു റെസിപ്പിയും കൂടെ ഒന്ന് ഓടിച്ച് പറഞ്ഞു പോകാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ 3 കപ്പ് ജീര റൈസ് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം സോക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പം എൻ്റെ മെയിനായിട്ടുള്ളൊരു പാത്രം ഈ ഒരു ഉരുളിയാണ്. ഉരുളി 2 ഉണ്ട്. അതിൽ വലിയ ഉരുളിയാണ് കേട്ടോ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഞാൻ ഒരു 4-5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ചൂടായി വന്നപ്പോൾ കുറച്ചധികം കാഷ്യൂനട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാഷ്യൂനട്ട് ഒന്ന് കളർ ചേഞ്ച് ആയി വരുന്ന സമയത്ത് ഞാൻ അതിലേക്ക് കുറച്ച് കിസ്മിസും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കിസ്മിസ് എല്ലാം നന്നായിട്ട് ഇങ്ങനെ ഒന്ന് കൊമളിച്ച് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അതെല്ലാം ഒന്ന് കോരി മാറ്റുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതേ ഉരുളിക്കകത്ത് തന്നെ ഇനിയിപ്പോൾ നമുക്ക് സവോളയൊക്കെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. അപ്പം തീരെ നൈസായിട്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു 2 സവോളയുണ്ട് കേട്ടോ. നല്ല വലിയ സവോളയായിരുന്നു. ആ 2 സവോളയൊന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനത് ജസ്റ്റ് ഒന്ന് വിടർത്തി ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കുമ്പം ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. നെയ്യ് തന്നെ എടുക്കണം എന്നില്ല. നെയ്യുടെ കൂട്ടത്തിൽ കുറച്ച് ഓയിലും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് ഫ്രൈ ആക്കി എടുക്കുക. അപ്പം ഞാനിത് 2 ബാച്ചായിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്യുന്നത്. അപ്പം ഞാനത് ഉണ്ടാക്കിക്കൊണ്ടിരുന്നതിനിടയ്ക്ക് പാത്തൂസ് കളിക്കുന്നിടത്തുനിന്ന് എഴുന്നേറ്റൊക്കെ വന്ന് അവിടെ വന്നിരിക്കുകയാണ്. ബിരിയാണി ഉണ്ടാക്കുന്നത് കാണണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ ഞാൻ കിച്ചൺ സ്ലാബിൽ കയറ്റി ഇരുത്തിയിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, ഇത് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഒരുപാട് ഫ്രൈ ആകാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തത് അപ്പോൾ കരിഞ്ഞു പോകും. ഇനിയിപ്പോൾ ഇത് നമ്മൾ പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുമ്പോൾ അവിടെ ഇരുന്ന് തന്നെ നല്ല ക്രിസ്പായിട്ട് വന്നോളും കേട്ടോ. അപ്പോൾ അങ്ങനെ അതും എല്ലാം മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത ബാച്ചും കൂടെ ഞാൻ അങ്ങനെ തന്നെ ഒന്ന് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം അതേ ഉരുളിക്കകത്ത് തന്നെ അതേ എണ്ണയിൽ തന്നെ ഞാൻ സവോള വഴറ്റാനായിട്ടുള്ളതൊന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാനിപ്പോൾ ഒരു 3 വലിയ സവോളയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അത് നമ്മൾ നല്ല നൈസായിട്ട് അരിഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. അതിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരുപാട് പാത്രങ്ങൾ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതൊന്ന് വാടി വരുമ്പോൾ ഞാൻ അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം കൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താണ്. ചതച്ചതാണെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾ മിക്സിയിലിട്ടൊന്ന് അരച്ചിട്ടാണെങ്കിലോ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനൊരു വലിയ പീസ് ഇഞ്ചി, ഒരു 8-10 അല്ലി വെളുത്തുള്ളി, അതുപോലെ തന്നെ 3-4 പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. പച്ചമുളകൊക്കെ എരിവിന് ആവശ്യത്തിന് നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്താം. അപ്പോൾ ഞാനൊരു 4 പച്ചമുളകാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് നമ്മൾ വഴറ്റിയെടുക്കണം. ഇതിൻ്റെയൊക്കെ ആ ഒരു പച്ച സ്മെല്ല് മാറി നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഈ ഒരു പരുവാകുമ്പോൾ ഇതിലേക്ക് നമുക്ക് വേണ്ട പൊടികൾ ചേർത്ത് കൊടുക്കുക. ഒത്തിരി പൊടികളൊന്നും വേണ്ട. ഞാനിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടേബിൾ സ്പൂൺ ബിരിയാണി മസാലയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ടൊന്ന് നമ്മളൊന്ന് മിക്സ് ചെയ്ത് പൊടികളുടെ പച്ചമണം മാറുന്നിടം വരെ വഴറ്റിയിട്ട് അതിലേക്ക് 1.5 തക്കാളി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തക്കാളിയുടെ അളവെന്ന് പറയുന്നത്, തക്കാളി വലിയ തക്കാളിയാണെങ്കിൽ നിങ്ങൾ 1 ആഡ് ചെയ്താൽ മതിയാവും. ചെറിയ തക്കാളിയാണെങ്കിൽ 2 അല്ലെങ്കിൽ 1.5 ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ 1.5 നല്ല പഴുത്ത തക്കാളി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ആ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞ് വരുന്നിടം വരെ നമുക്കൊന്ന് അതൊന്ന് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഇനിയിപ്പോൾ 1 കൈപ്പിടി മല്ലിയില ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ പകുതി, 1 കൈപ്പിടിയാണ് എടുത്തിരിക്കുന്നതെങ്കിൽ അതിൻ്റെ പകുതി പുതിനയിലയും നന്നായിട്ട് ചോപ്പ് ചെയ്തിട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് നന്നായിട്ടതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക്. ഈ മല്ലിയിലയും പുതിനയിലയൊക്കെ ആ മസാലയായിട്ട് നല്ലോണം യോജിച്ച് വരണം. അതുകൊണ്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് മിക്സ് ചെയ്ത് ഒരു 2 മിനിറ്റ് ഒന്ന് കുക്കായി കഴിയുമ്പോൾ അതിലേക്ക് ഞാൻ 1.5 ടേബിൾ സ്പൂൺ, ഏകദേശം 1.5 ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. നല്ല കട്ട തൈരാണ് കേട്ടോ. അപ്പം കട്ട തൈര് ചേർക്കുമ്പോൾ പുളി കൂടെ നോക്കിയിട്ട് വേണം നിങ്ങൾ ചേർക്കാനായിട്ട്. പുളി ഒത്തിരി ഉണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂണൊക്കെ ചേർത്താൽ മതിയാകും. അതും നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന സവോള ഉണ്ടല്ലോ, അതിൽ നിന്ന് 2 കൈപ്പിടി ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്തു. ഇനിയിപ്പോൾ ഇതിലേക്ക് ചിക്കൻ പീസസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് ഞാൻ നേരത്തെ തന്നെ 1 സ്പൂൺ മുളക് പൊടിയും അതുപോലെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും
പൊടിയും കൂടെ ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ പീസസ് ആണ്. ഇത് ഏകദേശം 1 കിലോ 200 ഗ്രാം ഉണ്ടാവും കേട്ടോ ചിക്കൻ. അപ്പം അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് മസാലയൊക്കെ നന്നായിട്ടൊന്ന് പുരട്ടി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈമിൽ ഞാൻ ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഒരു 3-4 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഈ മസാലയായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ അതെല്ലാം ഒന്ന് മിക്സാക്കി കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇത് ഓപ്പൺ ചെയ്ത് ഇളക്കി കൊടുക്കാനായിട്ട് മറക്കരുത്. അതിലെ വെള്ളത്തിൽ തന്നെ അതൊന്ന് കുക്കായി വരണം. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂട് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. തണുത്ത വെള്ളം നമ്മൾ പൈപ്പിൽ നിന്ന് എടുക്കുന്ന വെള്ളം അതേപടി ചേർത്ത് കൊടുക്കരുത് ഒരിക്കലും. എപ്പോഴും ചൂട് വെള്ളം മാത്രമേ നമ്മൾ കറികളിൽ ചേർത്ത് കൊടുക്കാവൂ. അപ്പം വെള്ളം ആവശ്യമായിട്ട് തോന്നുവാണെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ അത് അവിടെ ഇരുന്ന് നന്നായിട്ടൊന്ന് കുക്കായി വരട്ടെ. ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ട ബിരിയാണി റൈസ് നമുക്ക് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാൻ ഉരുളി വെച്ച് അതിലേക്ക് 3-4 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു 5-6 ഏലക്ക ചേർത്ത് കൊടുത്തിട്ടുണ്ട്, 2 കഷ്ണം പട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട്, 4-5 ഗ്രാമ്പു, 2 ബേ ലീഫ്, അതുപോലെ 1/2 ടീസ്പൂണോളം പെരിഞ്ജീരകം, പിന്നെ തക്കോലം 2 ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം ചേർത്ത് കൊടുത്ത് അതൊരു 2 മിനിറ്റ് ആ ഒരു നെയ്ക്കകത്ത് കിടന്നൊന്ന് റോസ്റ്റായി വരുമ്പോൾ അതിലേക്ക് നേരത്തെ നമ്മൾ കഴുകി വെച്ചിട്ടുണ്ടായിരുന്ന ബിരിയാണി റൈസ് ഉണ്ടല്ലോ, അതിൻ്റെ വെള്ളം വാലാനായിട്ട് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് വെള്ളം വാർന്നു കഴിയുമ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ ഒരു 5-6 മിനിറ്റ് നമ്മളിതിങ്ങനെ ഇളക്കി കൊടുത്ത് ഇതിലെ ഒരു വെള്ളത്തിൻ്റെ അംശമൊക്കെ നന്നായിട്ടൊന്ന് പറ്റി അരിയൊക്കെ ഒന്ന് ഡ്രൈ ആയിട്ട് വരണം കേട്ടോ. അങ്ങനെ ഡ്രൈ ആയിട്ട് വന്ന അരിയിലേക്ക് നമ്മൾ തിളപ്പിച്ച വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പം 3 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാനിതിലേക്ക് 5 കപ്പ് വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഓരോ അരിക്കും വേവ് വ്യത്യാസമാണ്. അപ്പോൾ അതനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിലും വ്യത്യാസങ്ങൾ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ അരി അനുസരിച്ചിട്ട് വേണം വെള്ളം ചേർത്ത് കൊടുക്കാൻ. അപ്പം എങ്ങനെയാണെങ്കിലും 1 കപ്പ് അരിക്ക് 1.5 കപ്പിനും 1.25 കപ്പിനും ഇടയ്ക്കായിട്ട് വെള്ളം ചേർക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ ഞാനിപ്പം 3 കപ്പിന് 5 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തു. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാണ്. അപ്പോൾ ഉപ്പ് എപ്പോഴും കുറച്ച് മുന്നോട്ട് നിൽക്കണം. അപ്പോഴാണ് അരി വെന്ത് വരുമ്പോൾ കറക്റ്റായിട്ട് ഉപ്പ് വരിക. അങ്ങനെ അത് മിക്സ് ചെയ്ത് ഒന്ന് തിളച്ച് വരുമ്പം നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി അതൊന്ന് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാനായിട്ട് നിങ്ങൾ മറന്നു പോകരുത്. പിന്നെ അതുപോലെ തന്നെ അരി വേകുമ്പോഴത്തേക്കും ഒരു 90% വെന്താൽ മതി. ഫുള്ളായിട്ട് കുക്കായി വരേണ്ട ആവശ്യമില്ല. കാരണം നമ്മളിത് ദം ചെയ്യുന്ന സമയത്ത് വീണ്ടും അത് ഒന്നുകൂടെ ആവിയിലിരുന്ന് വേവും. അതുകൊണ്ട് തന്നെ അങ്ങനെ നമ്മൾ 90% കുക്ക് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ ഗ്രേവി അവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു. ടേസ്റ്റൊക്കെ നോക്കിയപ്പം കറക്റ്റായിട്ടുണ്ട്. ഉപ്പും എരിവും എല്ലാം കറക്റ്റായിട്ടുണ്ട്. മസാലയൊക്കെ പാകത്തിനാണ്. അപ്പോൾ അത് ഞാനിനി ദം ചെയ്യാനായിട്ട് അരി വേവിച്ച അതേ ഉരുളിക്കകത്ത്, വലിയ ഉരുളിയായിരുന്നല്ലോ, അപ്പോൾ അതിൽ ഞാൻ ദം ചെയ്ത് കൊടുക്കണം. ഫസ്റ്റ് ലെയറായിട്ട് ഞാൻ ചിക്കൻ പീസെല്ലാം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ മുകളിലേക്ക് റൈസ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പം ബിരിയാണി ദം ചെയ്യാനൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പം ഞാൻ ഇതിന് മുന്നാണെങ്കിലും 1-2 ബിരിയാണി റെസിപ്പി ഇതിന് മുന്നേ ഷെയർ ചെയ്തിട്ടുണ്ട്, അതിനകത്തൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ റൈസ് ഒരു ലെയർ ഇട്ട് കൊടുത്തു. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന സവോള, അതുപോലെ കാഷ്യൂനട്ട്, കിസ്മിസ് അതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് നെയ്യും കൂടെ ഒന്ന് മേളിൽ കൂടി ഒന്ന് തൂകി കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് മല്ലിയിലയും പുതിനയിലയും കട്ട് ചെയ്തത് കൂട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതും മേളിൽ കൂടി തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പാലിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. തിളപ്പിച്ച പാലിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് മിക്സ് ചെയ്ത് അതും 1 സ്പൂൺ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു ചെറിയ മഞ്ഞ കളർ വരാനായിട്ട് കേട്ടോ ഇടയ്ക്കൊക്കെ. അങ്ങനെ ഫുള്ളായിട്ട് ഞാൻ വീണ്ടും അതേപോലെ തന്നെ ഒരു ലെയറും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ലാസ്റ്റ് ഞാൻ അതിൻ്റെ മേളിൽ കുറച്ച് ബിരിയാണി മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു ഫോയിൽ പേപ്പർ വെച്ച് കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. കാരണം അതിൽ നിന്ന് ആവി ഒട്ടും പുറത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ കവർ ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ അതിൻ്റെ മുകളിലേക്ക് അടപ്പ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇടികല്ലും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് വെയിറ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ ഒട്ടും ആവിയൊന്നും പുറത്തേക്ക് പോയില്ല. അത് അവിടെ ഇരുന്നൊരു 20 മിനിറ്റൊക്കെ ഒന്ന് ദമ്മായി വരണം. അപ്പോഴത്തേക്കും നമ്മുടെ ബിരിയാണിയൊക്കെ സെറ്റ് ആയിട്ടുണ്ടാവും. ആ ദമ്മിന് വെച്ചതിന് ശേഷം ഞാനിവിടെ ബീഫ് കറി ഉണ്ടാക്കുന്നപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മസാലയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതുമാണെങ്കിൽ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിരുന്ന നല്ല കളിയാണ്. അപ്പോൾ അവൾ പറഞ്ഞതൊന്നും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല.
അങ്ങനെ അവൾ അവിടെ ഇരുന്ന് കളിക്കുന്നുണ്ട്. പിന്നെ എന്നിട്ടത്തേനും മസാലയൊക്കെ റെഡിയായി. അപ്പോൾ അത് വേവിക്കാനായിട്ട് കുക്കറിലാക്കി ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 5-6 വിസിലൊക്കെ വരുന്നിടം വരെ അതൊന്ന് കുക്ക് ചെയ്യണം. ആ ടൈമിൽ നമ്മുടെ ബിരിയാണിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ദമ്മൊക്കെ പൊട്ടിച്ചു. അപ്പോൾ കണ്ടില്ലേ, കറക്റ്റ് പാകത്തിന് റൈസൊക്കെ വെന്തിട്ടുണ്ട്, വെന്ത് പോയിട്ടുമില്ല. അങ്ങനെ റൈസും മസാലയും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ബിരിയാണി മസാലയാണ് നമ്മൾ മെയിനായിട്ട് ഇതിൽ ചേർത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ബിരിയാണിയൊക്കെ മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ചിക്കൻ കട്ട്ലേറ്റ് ഉണ്ടാക്കാനായിട്ട് പോകട്ടോ. അപ്പോൾ ചിക്കൻ കട്ട്ലേറ്റിൻ്റെ റെസിപ്പി ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളതാണ്. നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ചിക്കൻ കട്ട്ലേറ്റാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കുകയാണ്. ഇതെല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ആ ഒരു റെസിപ്പി വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കേട്ടോ. അങ്ങനെ ബ്രെഡ് ക്രംസ് ഒക്കെ റെഡിയായി കഴിഞ്ഞ് കട്ട്ലേറ്റിനൊക്കെ ഞാൻ നേരത്തെ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് ഉരുട്ടിയെടുത്ത് ഷേപ്പിലാക്കി ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മുടെ കട്ട്ലേറ്റ്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അങ്ങനെ അതുകൂടെ ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ പോയി കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും ദിനു ഇവിടെ ഇല്ലായിരുന്നു, പുറത്ത് പോയേക്കുമായിരുന്നു. ദിനു പോയിട്ട് വന്നിട്ട് വിളക്കൊക്കെ കത്തിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് നാമമൊക്കെ ജപിച്ചതിന് ശേഷം ചായ ഇടുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് എത്താറായിട്ടുണ്ട്. അപ്പോൾ അവരെത്താറായെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഒന്ന് ചായയും കൂടി ഇട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ചായയൊക്കെ ഒന്ന് എടുത്ത് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ പാത്തു ആണെങ്കിലും കുറേ സമയമായിട്ട് വെയിറ്റിംഗ് ആണ് അവരെ കാണാനായിട്ട്. അങ്ങനെ നമ്മുടെ ഫ്രണ്ട്സ് അഞ്ജനയും ദീപക്കും ദിയ എത്തിയിട്ടുണ്ട്. നമ്മളൊരു 6 മാസങ്ങൾക്ക് ശേഷമാണ് കേട്ടോ കാണുന്നത്. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് കാണുന്നത്. കാരണം എപ്പോഴും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതൊക്കെ ഓരോ കാര്യങ്ങൾ വന്നിട്ട് ഇങ്ങനെ മുടങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ 6 മാസങ്ങൾക്ക് ശേഷം അവർ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. ഭയങ്കര സന്തോഷം. കാരണം കുറേ നാൾ കൂടി നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ശരിക്കും പറഞ്ഞാൽ നല്ല സൗഹൃദം മനുഷ്യനെ ജീവിപ്പിക്കുന്ന ഒരു പ്രധാന ഘടകം തന്നെയാണ്. ഫ്രണ്ട്സ് അത് പലവിധം ഉണ്ടാകാം, പക്ഷേ എപ്പോഴും നമ്മളോട് ചേർന്ന് നിൽക്കുന്നവർ നമ്മുടെ ദുഃഖത്തിൽ നമ്മളെ ആശ്വസിപ്പിക്കുകയും സന്തോഷത്തിൽ അതേപോലെ സന്തോഷിച്ച് പങ്കുചേരുന്നവരുമായിരിക്കും. എന്തും തുറന്നു പറയാൻ പറ്റുന്ന സൗഹൃദങ്ങൾ ശരിക്കും ഒരു അനുഗ്രഹം തന്നെയാണ് കേട്ടോ. അങ്ങനെ ഒരു അനുഗ്രഹം ഞങ്ങൾക്ക് ദൈവം തന്നിട്ടുണ്ട്. എപ്പോഴും കൂടെ ചേർത്ത് പിടിക്കാൻ പറ്റുന്ന കുറച്ച് നല്ല സൗഹൃദങ്ങളും ഞങ്ങൾക്കുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മളെപ്പോഴും കാണണമെന്നോ അല്ലെങ്കിൽ ഫോൺ വിളിച്ച് സംസാരിക്കുന്നതിനുമെന്നോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല. മെയിനായിട്ട് നമ്മുടെ ഉള്ളിൽ ആ ഒരു സ്നേഹം ഉണ്ടെങ്കിൽ അത് എപ്പോഴും നിലനിൽക്കും. എനിക്കും ദിനുവിനും പൊതുവെ എപ്പോഴും ഇങ്ങനെ ഫോൺ വിളിക്കുകയോ അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുന്നത് ആ ഒരു രീതി നമുക്ക് 2 പേർക്കും ഇല്ല. അതേസമയം നമ്മുടെ ഉള്ളിലുള്ള സ്നേഹം എന്ന് പറയുന്നത് അത് അത്രത്തോളം തന്നെ എപ്പോഴും ഉണ്ടാവും. അപ്പോൾ അങ്ങനെ സൗഹൃദങ്ങൾക്ക് നല്ല വാല്യൂ കൊടുക്കുന്നവരാണ് ഞങ്ങൾ 2 പേരും കേട്ടോ. അപ്പോൾ അങ്ങനെ എന്തായാലും അവർ വന്നപ്പോൾ ഭയങ്കര ഹാപ്പിയായി. അങ്ങനെ അന്നത്തെ ദിവസം വൈകിട്ട് വെളിയിലൊക്കെ പോയി നമ്മൾ പാർക്കിലൊക്കെ പിള്ളേരെ കൊണ്ടുപോയി കളിപ്പിച്ചു. പിന്നെ ഫുഡൊക്കെ കഴിച്ച് രാത്രി ഒത്തിരി ലേറ്റായി വർത്താനം പറഞ്ഞ് കിടന്നുറങ്ങാനായിട്ട്. പിറ്റേ ദിവസം അതുപോലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് പിള്ളേരൊക്കെ ആയിട്ട് വെളിയിൽ പോയി കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്കത്തെ ലഞ്ച് വെളിയിൽ നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പുറത്തേക്ക് പോയത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞൊരു 11 മണിക്ക് ആയപ്പോഴത്തേക്കും പുറത്തോട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ ഭാരതീയർ മാളിലൊക്കെ പോയി പിള്ളേരെ അവിടെ കൊണ്ട് കുറേ സമയം കളിപ്പിച്ചു. പിന്നെ ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് വന്നപ്പോഴത്തേക്കും സന്ധ്യ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിറ്റേ ദിവസം മൺഡേ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും പോകേണ്ടതുകൊണ്ട് തന്നെ സൺഡേ ഈവനിങ് അവർ പിന്നെ തിരിച്ച് നമ്മൾ വീട്ടിൽ നമ്മുടെ അപ്പാർട്ട്മെൻറ്റിലേക്ക് ആക്കിയതിന് ശേഷം നമ്മളൊരു വണ്ടിക്കായിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. തിരിച്ചാക്കിയതിന് ശേഷം അവർ തിരിച്ചു പോവാണ്. അപ്പം നമ്മുടെ സന്തോഷകരമായ ഒരു ദിവസത്തെ വ്ളോഗായിരുന്നു ഇത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരേക്കും നന്ദി, നമസ്കാരം.